Hi all, it's me Vaisha Vijay from Money Hacker. ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ബൈ ചെയ്ത ഒരു ഷെയറിൽ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് വിഗാർഡ് എന്നുള്ള ഷെയറാണ് ഞാൻ ആദ്യം ബൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വിഗാർഡ് സെലക്ട് ചെയ്തു, ബൈ കൊടുത്തു. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ 190.30. ഇപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തു. ഇപ്പോൾ താഴെ നോക്കിയാൽ കാണാം 190.25 ഓർഡർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാം വിഗാർഡ്. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ സെല്ല് കൊടുക്കുക. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്യുക. അതിന് സെല്ല് ചെയ്യേണ്ട ക്വാണ്ടിറ്റി, അതിൽ ക്വാണ്ടിറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു ഷെയർ മേടിച്ചത്, ആ ഒരു ഷെയർ ഞാൻ കൊടുത്തു. അതിന് ട്രിഗർ പ്രൈസ് പറയുന്നത് ഏത് റേഞ്ചിൽ എത്തുമ്പോഴാണ് നമുക്കിത് ട്രിഗർ ചെയ്യേണ്ടത്, അതായത് സ്റ്റോപ്പ് ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ 189.80 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുന്നു. മറ്റേതിൽ പ്രൈസിൽ 189 എന്നുള്ള ഒരു വാല്യൂ എടുക്കുന്നു. ഇൻ ബിറ്റ്വീൻ ആ വാല്യൂൻ്റെ ഇടയിൽ ഷെയറിൻ്റെ വാല്യൂ വരികയാണെങ്കിൽ അപ്പോൾ ആ പ്രൈസ് ട്രിഗർ ചെയ്യും. നമുക്ക് നോക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഷെയറിനെ ഞാൻ മേടിച്ച ഷെയറിൻ്റെ വില ആ പ്രൈസിൽ എത്തുകയാണെങ്കിൽ, വില കുറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് സെല്ല് ചെയ്ത് പോകും. വിഗാർഡ് 190.30 ഇപ്പോൾ നമുക്ക് നോക്കാം. വില കുറയാണ്. ഇൻട്രാഡേ ചെയ്യുന്നത് എന്തായാലും ഒരു സ്റ്റോപ്പ് ലോസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ നോക്കാം. വിഗാർഡിൻ്റെ ഷെയർ വാല്യൂ ഇടിഞ്ഞിരിക്കുകയാണ്. 188.95 എത്തി. ഞാൻ കൊടുത്ത ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുള്ളത്, അതായത് ആ വിലയിലേക്ക് എത്തിയപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എക്സിക്യൂട്ടായി. ഞാൻ ആ ഷെയർ നഷ്ടത്തിലാണ്. പക്ഷേങ്കിൽ ഞാൻ ആ പ്രൈസ് റേഞ്ചിൽ ഞാൻ വിറ്റ് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ 189.80 ഞാൻ കൊടുത്തത്. ആ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഞാൻ ഇപ്പോൾ ആ ഷെയർ സ്റ്റോപ്പ് ലോസ് ചെയ്തിരിക്കുന്നു.